ഹലോ കൂട്ടുകാരെ, വിഷുവായിട്ട് എൻ്റെ വക പാവയ്ക്ക കിച്ചടി, നല്ല നാടൻ രീതിയിൽ നമുക്ക് പാവയ്ക്ക കിച്ചടി എങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പാവയ്ക്ക കിച്ചടി തയ്യാറാക്കാനായിട്ട് നല്ല നാടൻ പാവയ്ക്ക ഉണ്ട് ഇവിടെ. അത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയാണ്, അപ്പം ഒട്ടും കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. നല്ലതുപോലെ നമ്മുടെ പാവയ്ക്ക വറുത്ത് കോരണം. ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വറുത്തെടുത്താൽ മതി. നല്ല ഒരു ബ്രൗൺ നിറം ആകുന്നിടം വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. പല രീതിയിലും പലരും പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാറുണ്ട്. ചിലർക്ക് പാവയ്ക്ക കിച്ചടിയും പച്ചടിയും തമ്മിൽ മാറിപ്പോകാറുണ്ട്. പക്ഷേ കിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് നമ്മൾ ഈ അരപ്പൊന്നും ഇട്ട് തിളപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ പച്ചയായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. ഒരു ദിവസത്തേക്ക് മാത്രമേ ഇരിക്കത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് വറുക്കാൻ വേണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നല്ല ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് കടുക് പൊടിച്ചതായിട്ട് കിട്ടും, അതാണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അത് അവൈലബിൾ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചിലർ ജീരകം ചേർക്കാറില്ല. ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു 2-3 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ അതിന് അരയ്ക്കാനുള്ള നമ്മുടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിനകത്ത് അരയ്ക്കാൻ ചേർക്കുന്നത് പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ ആ പുളിയുള്ള തൈര് ചേർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മൾ തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് എടുത്താൽ മതി. അപ്പോൾ അത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ഇവിടെ പാവയ്ക്ക ഒന്ന് 3/4 ഭാഗമൊക്കെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളർ മാറി വരണം, എന്നാൽ മാത്രമേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ പച്ചടിക്കൊക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാവയ്ക്കയുടെ കയ്പ്പൊക്കെ അതിനകത്ത് വരും. അതുകൊണ്ട് ഒന്നുകൂടെ കളർ ചേഞ്ച് ആവട്ടെ. ഇപ്പോൾ നല്ലതുപോലെ മുരിഞ്ഞ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒന്ന് പൊട്ടി വരുന്ന പോലെ വരും. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ പാവയ്ക്ക കോരിയെടുക്കാൻ. അപ്പോൾ ഇവിടെ പാവയ്ക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാവയ്ക്ക ഒരു ഇതിനകത്തോട്ട് മാറ്റി ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് മാലാൻ വേണ്ടി എടുത്ത് പോയി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന ഒരു കപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പുളി ഇല്ലാത്ത തൈര് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഒരു ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ തൈരിൽ വല്ല കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇതൊക്കെ നല്ലപോലെ വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. വെളിച്ചെണ്ണ ചൂടാക്കി കടുകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ തൈര് ഇത് നമ്മൾ അരപ്പ് വേറൊന്നും ചെയ്യുന്നില്ല. ആ ഇതിൻ്റെ ചൂടിൽ, നമ്മുടെ എണ്ണയുടെ ചൂടിൽ നല്ലപോലെ ഒന്ന് ഇതായി വന്നോളും. അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്കയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള നമ്മുടെ പാവയ്ക്ക കിച്ചടി തയ്യാറായിട്ടുണ്ട്. നമുക്ക് സദ്യക്കൊക്കെ വിളമ്പുന്ന അതേ കിച്ചടി തന്നെ ഇവിടെ സിമ്പിളല്ലേ തയ്യാറാക്കാൻ. എനിക്ക് സദ്യ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കിച്ചടി ഉണ്ടാക്കാനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ സദ്യക്ക് കിട്ടുന്ന അതേപോലെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിങ്ങനെ ലൂസായിട്ടിരിക്കുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം, ഒന്ന് സെറ്റാകും കേട്ടോ. അതിനുശേഷം വേണം എടുക്കാൻ. ഈ തൈരൊക്കെ ഒന്ന് കുറുകി ഒരു സെറ്റായിട്ട് നമ്മൾ ഇലയിൽ വിളമ്പാൻ പറ്റുന്ന രീതിയിലാവും. അത്രയേ ഉള്ളൂ. നമ്മളെ സിമ്പിളായിട്ടുള്ള പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷുവിന് എൻ്റെ പാവയ്ക്ക കിച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.